ഞാനും അനൂപേട്ടനും കൂടി ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായി മേടിച്ചിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഗ്യാസിൻ്റെ ക്ഷാമം കാരണം വിറകെടുക്കാനാന്ന് കരുതി വന്നതാണ്. ഇടയ്ക്ക് ഞങ്ങൾ വന്നും പോവാറുണ്ട്. ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ക്ഷാമം കാരണം ഇങ്ങോട്ട് വന്നു. റബ്ബറാണ് മൊത്തം, ഈ കാണുന്നതെല്ലാം റബ്ബറാണ്. അപ്പോൾ അനൂപേട്ടൻ കുറച്ച് വിറകൊക്കെ ഞങ്ങൾ ഒടിച്ചു കൂട്ടി ഇതേ 800-ൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച്. നല്ല വിറകാണ്, റബ്ബറിൻ്റെ വിറകാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് കുരുമുളകില്ലേ പറിച്ചു. കാരണം നിറയെ കുരുമുളക് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ, താഴെ മുതൽ മുകളിൽ വരെ. പക്ഷേ ഞങ്ങൾ വരാത്ത കാരണം വേറെ ആരൊക്കെയോ പറിച്ചെടുത്തു. ഒരിത്തിരി എനിക്ക് കിട്ടിയുള്ളൂ. അനൂപേട്ടനോട് വരാൻ പറഞ്ഞ അനൂപേട്ടൻ എന്ത് ചെയ്താൽ വരില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളത് പറിച്ചു. ഞാനിങ്ങോട്ട് പോന്നു. പിന്നെ ഒരു ചക്ക ഇടണ്ടായി. ചക്ക നിറയെ ഉണ്ടായിരുന്നാന്ന് തോന്നുന്നു, അതാ കിട്ടിയുള്ളൂ. അപ്പോൾ ഉള്ള ഇടിഞ്ചക്ക ഞാൻ എടുത്തിട്ടു. അതുപോലെ തന്നെ കുറച്ച് ഇതുണ്ട്. ഇത് അപ്പുറത്തെ സ്ഥലമാണേ, ഞങ്ങളുടെ കുടിയുടെ തൊട്ട് താഴെയുള്ള. അവിടെ നല്ല റബ്ബറൊക്കെ ആയിരുന്നു. അവരത് വെട്ടി കന്നാര വെച്ചു. അപ്പോൾ അതേ ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കാന്താരി മുളകും കൂടി, ഞങ്ങളുടെ കുടിയിൽ നിറയെ കാന്താരി മുളക് ഉണ്ടായിരുന്നു. എല്ലാം പഴുത്ത് പോയായിരുന്നു. എന്ത് ചെയ്ത് അനൂപേട്ടനോട് വരാൻ പറഞ്ഞാൽ വരില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കാന്താരി മുളക്. ഇത്രയും കാന്താരി മുളക് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാന്താരി മുളക്. എല്ലാം കുറേയൊക്കെ പഴുത്ത് ഉണങ്ങി ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങോട്ട്, ആ കുടിയുടെ അപ്പുറത്തെ സൈഡിൽ കൂടി പോകുന്നിടത്ത് അപ്പോഴാണ് ഇതാണ് റബ്ബർ. കുറച്ചധികം റബ്ബറുണ്ട് ഒരു. അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി കൂടി ആവുന്ന സമയത്ത് വെട്ടിയാൽ നല്ല റബ്ബർ പാല് കിട്ടും. മാവൊക്കെ ഉണ്ട്, മാവും നിറയെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അതെ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളിതൊക്കെ പെറുക്കിക്കൊണ്ടാവണോ, ഞാൻ ഒടിച്ചിട്ട വിറകാണെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ തമാശക്ക് പറഞ്ഞാണേ ചേട്ടൻ കളിയാക്കി. പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരൻ അപ്പുറത്തെ പറമ്പിൻ്റെ ഓണറാണേ. അത് ഈ കാണുന്ന പറമ്പുണ്ട്, ഈ പറമ്പിൻ്റെ ഓണറാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ കുറച്ച് വാഴയും പിന്നെ അതുപോലെ അച്ചിങ്ങയും വെണ്ടയ്ക്കയും പിന്നെ തെങ്ങും വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കൃഷിയുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്ത് ആ വീടുണ്ട്, അവിടെ ഒരു ചേട്ടൻ വീട്, അവരോടാണ് ഞങ്ങൾ സ്ഥലം മേടിച്ചത്. ആ ചേട്ടൻ ആ കുടിയിൽ പണിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തും ചേട്ടൻ, ഈ ചേട്ടനാണ് അതിൻ്റെ ഓണർ. ഇതുണ്ടോ, ഇവിടെ നിറയെ റബ്ബറായിരുന്നു. ഇപ്പോൾ അവിടെ അവരെല്ലാവരും കന്നാരയൊക്കെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടി നമുക്ക്, നമ്മുടെ ഈ കുടിയുടെ സൈഡിൽ കൂടി അവിടെ എൽദോച്ചേട്ടൻ്റെ വീട്ടിട്ട് പോകാം. കേട്ടോ, ഈ കാണുന്ന പറമ്പാണ് നമ്മുടെ പറമ്പ്, ഈ റബ്ബറൊക്കെ നിൽക്കുന്നത്. അനൂപേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടി വന്നായിരുന്നു പോകാമെന്ന് പറഞ്ഞു. അനൂപേട്ടൻ മടുത്തു. ഇതാണ് ആ എൽദോച്ചേട്ടൻ്റെയൊക്കെ വീട്. കണ്ടോ, ആ ചേട്ടൻ്റെ വീട് ഇതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വീടുണ്ടോ അല്ലേ? എത്ര കാലങ്ങളായി, വർഷങ്ങൾ പഴക്കമുള്ള വീടാണ്. എന്തായാലും കൊള്ളാമല്ലോ. നേരത്തെ ഞങ്ങൾ അവിടെ വന്നിരുന്ന്, ഞങ്ങൾ വീട് പഠിക്കുന്ന സമയത്ത് ഞാനും സൂര്യയെ കൂടി വന്നിരുന്ന് അവിടെ നിന്നിരുന്ന് ചായയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അനൂപേട്ടനും കൂടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലേക്ക്. കാരണം കൊച്ചു വീട്ടിൽ ഒറ്റക്കാണ്, അവനെ കൊണ്ടുവന്നില്ലായിരുന്നു. അവനും കുഞ്ഞിയും കൂടി അവിടെ നിന്ന് കളിക്കുകയാണ്. അതായത് കാണുന്ന കുടിയാണ് നമ്മുടെ കുടി. മുളക് പറിച്ച് എല്ലാം കഴിഞ്ഞ് കുടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പറിച്ച് ഞങ്ങൾ തിരിച്ചതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ കപ്പങ്ങ മരം കണ്ടോ, കപ്പങ്ങ മരത്തിൽ നിന്ന് കപ്പങ്ങ പറിക്കാം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പറിച്ചില്ല. അതുപോലെ തന്നെ കുറേ കപ്പങ്ങ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ അതേ മുരിങ്ങാക്കോൽ ഉണ്ടായി കിടപ്പുണ്ട്. ദൂരെ നോക്കിയപ്പോഴാണ് കാണുന്നത് കണ്ടോ ആ കുടിയുടെ ഉള്ളിൽ. എങ്ങനെ ഇത് മുളച്ച് വന്നു എന്നറിയാൻ പാടില്ല. ഉണ്ട്, കുറേ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും പറിക്കാൻ നിന്നില്ല, സമയം ഉണ്ടാകുന്നില്ല. കൊച്ചു വീട്ടിൽ ഒറ്റക്കായത് കൊണ്ടിട്ട് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലേക്ക്. ഇതുണ്ടോ, പിന്നെ അങ്ങനത്തെ ഞങ്ങൾ പോവുകയാണ്. വന്നു കഴിയുമ്പോൾ അപ്പുറത്തെ വഴി ഞങ്ങളുടെ കുടി കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും കാടാണോ എന്ന്. പക്ഷെ കാടല്ല, കണ്ടോ, അപ്പുറത്തെ സൈഡിൽ അവരിതൊക്കെ എടുത്തു. വീടുകളുണ്ട് ഈ സ്ഥലത്ത്. ഞങ്ങളുടെ കൂടെ വീട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഒറ്റക്ക് താമസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് രാത്രി ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോവാണ്. പാവയ്ക്ക് ഉണ്ടായി കിടക്കുന്നുണ്ടോ, പാവല ഉണ്ടോ? അതേ വരുന്നു, കൊച്ചു വീട്ടിലുണ്ട്, അവനവിടെ കളിയില്ല. പോവാട്ടോ. വീട്ടിലേക്ക് എത്താറായി. അവരുടെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അവരുടെ ഇരിപ്പുണ്ട്. കുഞ്ഞോളൊക്കെ ചിരിക്കുക. വീട്ടിലെത്തി. ചെക്കനെ കാണുന്നില്ലല്ലോ. വെള്ളത്തി അങ്ങനെ ഞങ്ങൾ വീടെത്തി.
വീടെത്തിക്കഴിഞ്ഞതേ ഇത്ര സാധനങ്ങൾ പറിച്ചു. വിറക് കൊണ്ടുവന്നു, ഇടും ചക്ക കേട്ടോ. കാരണം ഉള്ള ചക്ക ഞങ്ങൾ ഇട്ടുകൊണ്ട് തോന്നുന്നു, ഇല്ലെങ്കിൽ കിട്ടില്ല. ഒക്കെ പറിച്ചെടുക്കും താഴത്തെ. അതുപോലെ തന്നെ കുരുമുളകും ഇത്ര കിട്ടിയുള്ളൂ, മുകളിൽ കിടക്കണം മാത്രം. ഞങ്ങൾ എപ്പോഴും ഒന്നും അങ്ങോട്ട് പോകാറില്ല, അപ്പോൾ അത് കാരണം കാന്താരി മുളക് ഉണ്ടായിരുന്നു, അത് ഇത്ര കിട്ടിയുള്ളൂ. പിന്നെ ഒരു പൈനാപ്പിളും പറിച്ചു, പിന്നെ വിറകും ഇത്ര കിട്ടിയുള്ളൂ. കാരണം ഈ സാധനങ്ങളൊന്നും കുരുമുളകൊന്നും കിട്ടാറേ ഇല്ല. അതെല്ലാം എങ്ങോ വഴിക്കും നിറയെ ഉണ്ടായി കിടന്നു. അനുപേട്ടനെ വിളിച്ചിട്ട് അനുപേട്ടൻ വരികയില്ല.